റെക്കോർഡ് നേട്ടവുമായി പ്രധാനമന്ത്രിയുടെ സൂര്യഘർ പദ്ധതി. 50 ലക്ഷം വീടുകളിൽ സോളാർ വൈദ്യുതി എത്തിച്ചു. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് സീറോ വൈദ്യുതി ബിൽ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. രാജ്യത്തെ ഓരോ വീടുകളിലേക്കും ശുദ്ധ ഊർജം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന എന്ന പദ്ധതി വൻ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. വെറും 2 വർഷത്തിനുള്ളിൽ രാജ്യത്ത് 50.06 ലക്ഷം റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റാളേഷനുകൾ പൂർത്തിയാക്കി ഈ പദ്ധതി പുതിയ നാഴികക്കല്ല് പിന്നിട്ടു. 75,021 കോടി രൂപ ചിലവിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഇതുവരെയുള്ള ഏറ്റവും മികച്ച പ്രതിമാസ പ്രകടനം 2026 ജൂലൈയിലാണ് രേഖപ്പെടുത്തിയത്. ജൂലൈയിൽ 5.06 ലക്ഷം കുടുംബങ്ങളിലാണ് മേൽക്കൂര സോളാർ സംവിധാനങ്ങൾ സ്ഥാപിച്ചത്. ഇത് പദ്ധതി ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിമാസ ഇൻസ്റ്റാളേഷനാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്താകെ സ്ഥാപിച്ച റൂഫ് ടോപ്പ് സോളാർ സംവിധാനങ്ങൾ 7.94 ലക്ഷം മാത്രമായിരുന്നുവെങ്കിൽ അതിന്റെ പല മടങ്ങ് വളർച്ചയാണ് ഈ പദ്ധതിയുടെ വരവോടെ 2 വർഷത്തിനുള്ളിൽ കൈവരിച്ചത്. സൂര്യഘർ പദ്ധതിയുടെ പുരോഗതി വ്യക്തമാക്കുന്ന മറ്റൊരു കണക്ക് പ്രതിദിന ഇൻസ്റ്റാളേഷനുകളാണ്. 2025 ഒക്ടോബറിൽ പ്രതിദിനം 5038 ഇൻസ്റ്റാളേഷനുകൾ നടന്നിരുന്ന സ്ഥാനത്ത് 2026 ജൂലൈയിൽ ഇത് ശരാശരി 16,328 ഉയർന്നിരിക്കുന്നു. വെറും 9 മാസത്തിനിടെ 3.2 മടങ്ങ് വർധന രേഖപ്പെടുത്തിയതായാണ് കണക്ക്. ഇപ്പോൾ ശരാശരി ഓരോ 6 ദിവസത്തിലും 1 ലക്ഷം വീടുകൾ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി മാറുകയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 28,024 കോടി രൂപയുടെ സബ്സിഡി നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ സംവിധാനം അഥവാ DBTയിലൂടെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് കൈമാറിക്കഴിഞ്ഞു. ഇതിന്റെ ഫലമായി 19 ലക്ഷം കുടുംബങ്ങൾക്ക് വൈദ്യുതി ബിൽ 0. സ്വന്തം ആവശ്യത്തിനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം അധിക വൈദ്യുതി ബോർഡിലേക്ക് നൽകുന്ന കുടുംബ സാമ്പത്തികമായി ഉണ്ടാകുന്നതാണ്. 2000 സാമ്പത്തിക വർഷം 12 ലക്ഷത്തിലധികം കുടുംബങ്ങൾ മിച്ചത്തിലേക്ക് നൽകി 21 കോടി രൂപ സമ്പാദിക്കുകയാണ് കണക്ക്. ഒരു കുടുംബത്തിന് ശരാശരി വർഷത്തിൽ 3,500 രൂപ വരെ അധിക വരുമാനം ലഭിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഗുണങ്ങൾ ഉണ്ടാകുന്നതിനൊപ്പം തന്നെ ഈ പദ്ധതിയിലൂടെ വൻ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാനായിട്ടുണ്ട്. സോളാർ മേഖലയിലെ വ്യവസായ ശൃംഖലയെയും പദ്ധതി ശക്തിപ്പെടുത്തി. നിലവിൽ 34,219 രജിസ്റ്റർ ചെയ്ത വെണ്ടർമാരാണ് പദ്ധതിയുടെ ഭാഗമായുള്ളത്. ഇവരിൽ 29,469 പേർ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ശേഷി വികസന പരിശീലന പരിപാടികളുടെ ഭാഗമായി 2.32 ലക്ഷത്തിലധികം പേർക്ക് സാങ്കേതിക പരിശീലനവും ഈ പദ്ധതിയിലൂടെ നൽകാനായിട്ടുണ്ട്. ഇതിലൂടെ സോളാർ മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. യൂട്ടിലിറ്റി ലെഡ് അഗ്രിഗേഷൻ മാതൃകയിലൂടെ 4 സംസ്ഥാനങ്ങളിലായി പ്രധാനമന്ത്രി ആവാസ് യോജന അഥവാ PMAY ഗുണഭോക്താക്കൾ, BPL, SC, ST വിഭാഗങ്ങളിലെ കുടുംബങ്ങൾ എന്നിവർക്കായി 1.6 ലക്ഷം റൂഫ് ടോപ്പ് സോളാർ സംവിധാനങ്ങൾ സ്ഥാപിച്ചു. അങ്ങനെ പാവപ്പെട്ട കുടുംബങ്ങൾക്കും ഈ പദ്ധതിയിലൂടെ പ്രത്യേക പരിഗണന നൽകി വരുന്നുണ്ട്. പദ്ധതിയുടെ ഗുണഭോക്താക്കളാകുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കൽ മുതൽ വായ്പ, നെറ്റ് മീറ്ററിംഗ്, സബ്സിഡി വിതരണം എന്നിങ്ങനെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ് നടപ്പാക്കുന്നത്. 10 കിലോവാട്ട് വരെ ശേഷിയുള്ള സോളാർ സംവിധാനങ്ങൾക്ക് അനുമതി നടപടികൾ ലളിതമാക്കിയിട്ടുണ്ട്. കൂടാതെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അപേക്ഷാ ഫീസും നെറ്റ് മീറ്ററിംഗ് ചാർജുകളും ഒഴിവാക്കിയിട്ടുമുണ്ട്. വീടുകളിൽ ശുദ്ധ ഊർജവും ഒപ്പം ഊർജ സ്വയം പര്യാപ്തതയും സാധ്യമാക്കുന്നതിനൊപ്പം സർക്കാർ സ്ഥാപനങ്ങളിലും സൗരോർജ ഉപയോഗം വർദ്ധിപ്പിക്കാനും സൂര്യഘർ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി രാജ്യത്ത് 1.6 ലക്ഷം സർക്കാർ കെട്ടിടങ്ങൾ ഇതിനകം തന്നെ സൗരോർജത്തിലേക്ക് മാറിയിട്ടുണ്ട്. ശുദ്ധ ഊർജ ഉപയോഗം വ്യാപിപ്പിക്കുന്നതിനും വൈദ്യുതി ചെലവ് കുറയ്ക്കുന്നതിനും കുടുംബങ്ങൾക്ക് അധിക വരുമാനം ഉറപ്പാക്കുന്നതിനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളിലൊന്നായ പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന ഇനിയും കൂടുതൽ വിജയവഴികൾ താണ്ടുമെന്നതിൽ സംശയമില്ല. അതിനുള്ള തെളിവാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പുതിയ കണക്കുകൾ. വാർത്തയുടെ നിറം തേടി തനിനിറം.